ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ മുതൽ സൈക്കോളജിസ്റ്റുകളുടെയും സൈക്കാട്രിസ്റ്റുകളുടെയും സഹായം തേടുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. സ്കൂളുകളിലൊക്കെ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവണം എന്ന നിയമം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ കുറേ ഇമോഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഈ ഇമോഷൻസിൻ്റെയൊക്കെ ആധാരം എന്താണ്? ഈ ആധാരം നോക്കുമ്പോൾ അത് ഇമോഷൻസിൻ്റെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ സർവ പ്രവർത്തനങ്ങളുടെയും ആധാരവും കൂടിയാണ്. ഇത് മുഴുവൻ നമ്മുടെ തലച്ചോറിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. നമ്മുടെ സെറിബ്രത്തിൽ നിരവധി തരത്തിലുള്ള കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ഇപ്പോൾ സെറാട്ടോണിൻ, ഡോപ്പാമിൻ തുടങ്ങി നിരവധി തരത്തിലുള്ള കെമിക്കൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കെമിക്കൽസ് ആണ് ന്യൂറോണുകളിൽ നിന്ന് ന്യൂറോണുകളിലേക്ക് നമ്മുടെ ഇമ്പൾസസുകളെല്ലാം തലച്ചോറിൽ നിന്ന് പാസ് ചെയ്ത് കടത്തിവിടുന്നത്. വികലമായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അതോടൊപ്പം ചില വസ്തുക്കളുടെ ഉപയോഗം, അതിൽ മദ്യം, മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ നെഗറ്റീവ് ഫുഡ്സ്, ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡുകൾ പലതും ഒക്കെ നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കലുകളുടെ ആ ഒരു ഉൽപാദന വൈകല്യം സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ മറ്റു ചില കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ്, അതിൻ്റെ വേസ്റ്റുകൾ, തലച്ചോറുകളുടെ വേസ്റ്റുകൾ, ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന കുറെ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പല വസ്തുക്കളുടെ ഉപയോഗവും നെഗറ്റീവ്സായ പല ചിന്തകളും ഈ ശുദ്ധീകരിക്കാനുള്ള കെമിക്കൽസിന്റെ പ്രവർത്തനത്തെ അങ്ങ് തടയും. അപ്പോൾ സെറിബ്രത്തിൽ വേസ്റ്റുകളുടെ ഡിപ്പോസിറ്റ് കൂടും. ഇത് നമുക്ക് വിവിധ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തലവേദന തുടങ്ങി തലയ്ക്കും മറ്റുമുണ്ടാകുന്ന അസുഖങ്ങൾ മാത്രമല്ല, ശരീരത്തിലെ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന കേന്ദ്ര നാഡീവ്യൂഹം, ഇത് തലച്ചോറും 72,000 നെർവുകളും ചേർന്ന ഒരു വ്യവസ്ഥയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തെ ഇത് നശിപ്പിക്കും. അതോടൊപ്പം തന്നെ മസ്കുലാർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം തുടങ്ങി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തുടങ്ങി എല്ലാ സിസ്റ്റങ്ങളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അവിടെ ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപങ്ങൾ ഈ എല്ലാ സിസ്റ്റങ്ങളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. മസിൽ സങ്കോചം പലരും പറയാറുണ്ട്. നമുക്ക് ആശ്രമത്തോട് കൂടി ചേർന്നൊരു ഹോസ്പിറ്റലുണ്ട്, പുനർജനി ആയുർവേദ വെൽനസ് സെന്റർ. അവിടെ വരുന്നതിൽ വലിയൊരു ഭാഗവും ശാരീരിക പ്രശ്നങ്ങളായിട്ട് വരുന്നതിൽ 80% രോഗങ്ങളെയും കാരണം മനസ്സിൽ നിന്നാണ്. എന്തുകൊണ്ട്? മനുഷ്യന് 3 ശരീരങ്ങളുണ്ട്. ഒന്ന് നാം പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ സ്ഥൂല ശരീരം. ഇതിനുള്ളിൽ 2 ശരീരം കൂടിയുണ്ട്. ഒന്ന് സൂക്ഷ്മ ശരീരമാണ്. അത് 18 തത്വങ്ങൾ അടങ്ങിയതാണ്. സൂക്ഷ്മ ശരീരം 17 തത്വങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധക്കരണം 4 ഉണ്ട്. ചിലയിടത്ത് അത് 2, മനസ്സ് ബുദ്ധി മാത്രമായും, ചിലയിടത്ത് മനസ്സ് ബുദ്ധി അഹങ്കാരമായും, ചിലയിടത്ത് 4 മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തമായും പറയാറുണ്ട്. ഇവിടെ സൂക്ഷ്മ ശരീരം 17 തത്വങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ 5, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ 5, 10, പഞ്ചപ്രാണനുകൾ 5, 15, മനസ്സും ബുദ്ധിയും
ഈ 17 എണ്ണം കൂടിച്ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. പിന്നീടൊന്ന് കാരണശരീരമാണ്, അത് ആത്മശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ സ്ഥൂല ശരീരത്തിനും, സ്ഥൂല ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ സൂക്ഷ്മ ശരീരത്തിനും രോഗങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ 40 വർഷമായി ചികിത്സ ചെയ്തു വരുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഓർത്തോപീഡിക്, റൊമറ്റോളജി, ന്യൂറോളജി വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടോർ ന്യൂറോൺ കേസുകൾ ആയതുകൊണ്ടും പറയുന്നു. ജനിച്ചിട്ട് ഇന്നേ വരെ തെറ്റായ ജീവിതചര്യകൾ ശീലിച്ചിട്ടില്ലാത്ത വ്യക്തികൾ പോലും, മദ്യപിച്ചിട്ടില്ല, മറ്റു ഒരു ദുശീലങ്ങളില്ല, ഇന്ന് വരെ ഒരു ദുശീലങ്ങളുമില്ലാത്ത സാത്വിക ഭാവത്തിൽ ജീവിക്കുന്നവർക്ക് പോലും മോട്ടോർ ന്യൂറോൺ ഡിസീസുകളൊക്കെ സംഭവിക്കുന്നു. അൽഷിമേഴ്സ്, ഡെമൻഷ്യ, പാർക്കിൻസോണിസം ഒക്കെ സംഭവിക്കുന്നു. അതിൽ ഒരാൾ യുക്തിവാദിയാണ്. മോട്ടോർ ന്യൂറോൺ വിഷയം ബാധിച്ച് 8 വർഷമായി ശ്രീ ചിത്രയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു 90% ശബ്ദം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. നടക്കാൻ കഴിയില്ല, ആരുടെയെങ്കിലും ആശ്രയത്തോടു കൂടിയാണ്. അദ്ദേഹം ഇന്നും ഗവൺമെൻറ് സർവീസിൽ ഉള്ള ആളാണ്. രാവിലെ ഡ്രൈവർ വന്ന് സഹായിച്ച് കാറിലിരുത്തും, ഓഫീസിലെത്തി അവിടെയുള്ളവരും കൂടെ സഹായിച്ച് ഓഫീസിലെത്തും. കമ്പ്യൂട്ടർ വർക്ക് ആയതുകൊണ്ട് മറ്റു പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ആൾ, അത് ഈശ്വരനിലൊന്നും വലിയ വിശ്വാസമില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്കിതുണ്ടാവാനുള്ള കാരണം എന്താണ്? ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചത്, ദൈവവിശ്വാസമുണ്ടോ? മൗനമായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, മൗനം പലതിനും ഉത്തരമാണല്ലോ. ഞാൻ അദ്ദേഹത്തെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കിയത് സൂക്ഷ്മ ശരീരം എന്താണ്, കാരണ ശരീരം എന്താണ്, ഈ സൂക്ഷ്മ ശരീരത്തിലുണ്ടായ കാരണം ഇതിലേക്ക് വന്നു. എന്നാൽ അതിനും മുൻപ് സൂക്ഷ്മ ശരീരത്തിൽ എന്തുകൊണ്ട് ഇത് വന്നു? പൂർവജന്മകൃതം പാപം, പൂർവജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ വ്യാധി രൂപേണ ജായും, വ്യാധികളായി ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് പോലും രോഗമുണ്ടാകുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്തുവാ കാരണം? പൂർവജന്മങ്ങളിൽ ഈ ജന്മത്ത് ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ തരമുണ്ടോ? ഏത് കർമ്മത്തിനും ഫലമുണ്ടല്ലോ, ഫലമില്ലാത്ത ഒരു കർമ്മവും ഇല്ല. അത് യുക്തിവാദികളും അംഗീകരിക്കുന്നു, കർമ്മത്തിന് ഫലമുണ്ട്. ഈ ജന്മത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിലോ അല്ലെങ്കിൽ വരുന്ന പുനർജന്മത്തിലോ അനുഭവിക്കാതെ തരമില്ല. അപ്പോൾ ഇവിടെ ചിന്തകൾ പോലും ഈ കെമിക്കൽസിന്റെ പ്രവർത്തനത്തെ ഡിസോർഡർ ചെയ്യും. ദുഃഖം വരുമ്പോഴുണ്ടാകുന്നതും ഭയം വരുമ്പോഴുണ്ടാകുന്നതും സന്തോഷം വരുമ്പോഴുണ്ടാകുന്നതും ഒക്കെ വ്യത്യസ്തങ്ങളായ കെമിക്കലുകളാണ്. ഇവിടെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ധാർമ്മിക പദ്ധതികളെ അനുവർത്തിച്ചാലുള്ള ഗുണം കിട്ടുന്നത്. പ്രാണായാമം, ധ്യാനം സൂക്ഷ്മ ശരീരത്തെ ട്യൂൺ ചെയ്യാൻ ഇത്രയധികം പ്രയോജനപ്പെടുന്ന മറ്റൊന്നുമില്ല. പ്രാണായാമത്തിലൂടെ നമ്മുടെ എൻഡോക്രൈൻ, എക്സോക്രൈൻ സിസ്റ്റങ്ങൾ, ഹോർമോണൽ സംവിധാനങ്ങളെ ട്യൂൺ ചെയ്യാൻ കഴിയും. ആധുനിക ശാസ്ത്രപ്രകാരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസുകളാണ് നമ്മുടെ ഗ്ലാൻഡുകളെ പ്രവർത്തിപ്പിക്കുന്നത്. പ്രാണായാമം ആ പ്രാണനുകൾ, പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നീ 5 പ്രവർത്തന ഭേദം കൊണ്ട് 5ഉം
ഉപപ്രാണനികളായി നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജൻ, ഇങ്ങനെ ദശപ്രാണനികളാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം ഇന്നത്തെ സമൂഹത്തിന് മനസ്സിലാക്കാൻ ഇത് ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും പൂർവികരായ ഋഷിമാർ അന്നത്തെ കാലത്തിനനുസരിച്ച് ഭാഷയിലും രീതിയിലും നമുക്ക് മുന്നിൽ ഇതൊക്കെ തന്നിട്ടുണ്ട്.